What is your relationship with the church that you are going to? നാം കടന്നു പോകുന്ന സഭയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്തുവാണ്? ആ സഭയിലോട്ട് നിങ്ങളെ അട്രാക്ട് ചെയ്തത് എന്താണ്? What is that one factor that attracted you towards that church? ആ സഭയിലെ മ്യൂസിക് ആണെങ്കിൽ അത് തെറ്റിപ്പോയി. It is surely wrong if it is the music that attracted you to the ആ church. സഭയിലെ പാർക്കിങ്ങിന്റെ സ്പേസ് ആണെങ്കിൽ അത് തെറ്റിപ്പോയി. If it is a parking space available that drew you to the church, then it is wrong. ഒരു സഭയിലോട്ട് നമ്മൾ പോകുന്നത് അവിടെ സത്യമുണ്ട്, അവിടെ സുവിശേഷമുണ്ട്, അവിടെ യേശുവിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സഭയിൽ പോകുന്നു. We are going to a church because there is the truth, there is the gospel, and there is the presence of my Christ. ദൈവം ഒരു കാലഘട്ടം നമ്മുടെ ഇടയിൽ തുടങ്ങാൻ The പോവുകയാണ്. Lord is about to start out a season or a time frame in our midst. എന്തോ കാലഘട്ടമാണെന്നറിയാമോ? What is that time frame? ഷീപ്പ് സ്റ്റീലിംഗിന്റെ കാലഘട്ടമല്ല. ആടുകളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കാലഘട്ടമല്ല. അതും ഇതും പറഞ്ഞ് എത്ര നാളായി? 15 വർഷം അവിടെ പോകുന്നല്ലേ? ഞങ്ങളുടെ അവിടെ ഒന്ന് വന്ന് നോക്ക്. ഷീപ്പ് സ്റ്റീലിംഗിന്റെ കാലഘട്ടമല്ല. It is not the time where you're starting to canvass saying, oh, how many years have you been going here? 15 years. Try out our church. That is not the case. That is going to happen from now on. എവിടെങ്കിലും ആടി നിൽക്കുന്നവരെ ബാ നമ്മുടെ അവിടെ വന്നാല് പാടാനും ഒക്കെയുള്ള അവസരമുണ്ട്. ബാ ഇതിന്റെ കാലഘട്ടമല്ല. It is not the time anymore where if there is someone who's singing, okay, come here, trying to canvass and manipulate, saying you have opportunities to sing there. ആടി നിൽക്കുന്നവരെ സെക്രട്ടറി ആക്കാൻ വിളിക്കുന്ന കാലഘട്ടം കഴിയുകയാണ്. And the time where there was a position available, that time is about to be over. ഷീപ്പ് സ്റ്റീലിംഗിൽ നിന്നും ഷീപ്പ് ഫീഡിങ്ങിന്റെ ഒരു കാലഘട്ടത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ സഭകളിൽ തുടങ്ങാൻ The പോകുന്നു. Holy Spirit is about to start in our churches a time ആടുകളെ മോഷ്ടിക്കുന്നതിന് പകരം ആടുകളെ പോഷിപ്പിക്കുന്ന ഒരു കാലം. അപ്പോ ഒരു പ്രശ്നമുണ്ട്. ആടുകൾ വന്നിരിക്കും, പോഷിപ്പിച്ചില്ല എങ്കിൽ അവർ അടുത്ത ഞായറാഴ്ച സഭയെ But കാണും. there is an issue, a problem here that if you're not able to feed the sheep, then they will find out another church and will go somewhere else. ഷീപ്പിന് ആഹാരം കിട്ടാതെ വരുമ്പോ they will check for one more week. They won't come because they are hungry every Sunday. When the sheep is not able to find, they're searching for food. പക്ഷെ അവർക്ക് ആഹാരം കിട്ടാതെ വരുമ്പോൾ അവർ ഒരാഴ്ചയും കൂടെ നോക്കി നിൽക്കും. പക്ഷെ അതിനുശേഷം അവർ ആഹാരം ലഭിക്കുന്ന, പോഷകം ലഭിക്കുന്ന അടുത്തൊരു സഭയിലേക്ക് കടന്നു പോകാൻ നമ്മൾ ഇടയെത്തിക്കും. സാധാരണ സഭ മാറുന്നത് എപ്പോഴാ? When do we usually switch church or transfer to a different church? എനിക്ക് അവരോട് ഇരിക്കാൻ വയ്യ. പ്രോബ്ലം ഉണ്ട്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. I am starting another church. I have an interpersonal issue or a relationship issue I have with the person, brother or sister who's sitting next to me. ഞാൻ അതുകൊണ്ട് ഒരു പുതിയ സഭ ആരംഭിക്കുകയാണ്. ഇത് മറ്റ് സഭയായിട്ട് നമുക്ക് വിളിക്കാം. പുസ്തകം നോക്കുമ്പോ ക്രമീകരണം ഇല്ലാതെ തുടങ്ങുന്നതൊന്നും അവിടത്തെ സഭയായി വിളിക്കാൻ പോലും കഴിയത്തില്ല. We might be able to call it with whatever names we want to as a new church, this church, that church, but if anything that is not according to the order or the conduct or the godliness of the word of God, then that is not the church that God called. അടുത്ത ഞായറാഴ്ച വരുന്നവർക്കുള്ള തീറ്റയുമായി കാത്തിരിക്കുന്ന ഇടയന്മാരെ ഈ പട്ടണത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ The Lord is പോകുന്നു. about to raise up the shepherds who are waiting anxiously for the sheep who are to come on Sunday in order to feed them. അവർ വ്രണപ്പെടുത്തുന്ന സത്യങ്ങൾ വിളിച്ചു പറയും. കാരണം ആടിന്റെ ആരോഗ്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി നിൽക്കുന്ന ഇടയന്മാരെ ദൈവം അന്വേഷിക്കുന്നു. ഈ തലമുറയിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ Because in this generation God is about to rise up and He is looking for those shepherds who are standing at the forefront, who are standing saying, we are the ones who will wait anxiously and will feed the sheep according to the wounding truth that is of the word of God. ദൈവദാസന്മാരെ കേൾക്കണം. നിങ്ങളും വിശ്വാസികളും തമ്മിൽ വചനത്തിന്റെ ബന്ധമല്ലാതെ വേറെ ഒരു ബന്ധവും പാടില്ല. Tonight to the servants of God the word of the Lord and is speaking very deeply that there is no other relation that the servants of God has with the church except that is of the true word of God. ബിസിനസ് ബന്ധം ട്രൂത്തിനെ അതിന്റെ മുനെ ഒടിക്കും. And surely the sharpness of the truth, that true part of the truth will be broken away if it is according to the business exchange. ഏത് ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടിൽ വലുതാണ് കിങ്ഡം ട്രൂത്തിന്റെ ബന്ധം? Much more than any friendship we find in this world, സത്യത്തിന്റെ രാജ്യത്തിന്റെ സുവിശേഷം, രാജ്യത്തിന്റെ സത്യം എന്നുള്ളത്. അങ്ങനെയുള്ളവർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടോ? ട്രൂത്താണ് എന്നെ സഭയിൽ കൊണ്ടുവന്നത്. ട്രൂത്ത് അല്ലാതെ ഒരു ബന്ധം എനിക്ക് ആ സഭയിലില്ല. Are such people hearing my voice tonight that the relationship I have with the church is only regarding the truth, is only with the truth? There is no other relation I have with the church except with the truth.